കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടം ജില്ലയിലുണ്ടായി. ദേശീയപാതയിൽ നേരിമംഗലത്തിന് സമീപം റാണിക്കലിലും ഇരുട്ടുകാനത്തും മൂന്നാറിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാജകുമാരിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. കാർ ഭാഗികമായി തകർന്നു. കട്ടപ്പനയിൽ ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി. രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. റിസോർട്ടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിന് മുകളിലാണ് മരം വീണത്. ഈ സമയം വാഹനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. എല്ലാം സജ്ജമായിട്ടുണ്ട്. 24 hours ഉണ്ട്. നമ്മുടെ റവന്യൂയുടെ സ്റ്റാഫ്, പോലീസിന്റെ സ്റ്റാഫ്, ഫയർഫോഴ്സിന്റെ സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ KCBയുടെ കൺട്രോൾ റൂംസും ഉണ്ട്. നമ്മൾ ജനങ്ങൾക്കും പൊതുവെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ കുറച്ചൊരു വോളണ്ടിയർ ഫോഴ്സും കൂടി നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇനിയും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇടുക്കിയിലെ 3 ഡാമുകളുടെ ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളിലെ നീരൊഴുക്ക് ശക്തമായതോടെ ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. കോട്ടയം ജില്ലയിലും മഴ ശക്തമാണ്. മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞും മണ്ണിടിഞ്ഞും അപകടമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.